ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഒരു ഹെയർ പാക്കുമായിട്ടാണ്. ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എന്നൊക്കെ പറയാം. നമുക്ക് നല്ല വാട്ടർ കൺസിസ്റ്റൻസിയിലുള്ളൊരു സാധനമാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്. നന്നായിട്ട് മുടി നമ്മൾ എന്താ പറയുക കറുപ്പാകാനും അതേപോലെ തന്നെ നല്ല സ്കാൽപ്പിലുള്ള ഇച്ച്നെസ് ഒക്കെ മാറാനും ഡാൻഡ്രഫ് മാറാനും എല്ലാത്തിനും മുമ്പ് ഡാൻഡ്രഫ് നല്ല രീതിയിൽ കുറയ്ക്കും കേട്ടോ. അതുപോലെ തന്നെ നര നല്ല രീതിയിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും നരയെ നല്ല പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗവും കൂടിയിട്ടാണിത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫൊക്കെ പോയി സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആവുന്നതായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. മാത്രമല്ല, ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമ്മളുടെ വരുന്ന വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നമ്മളുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ മുടിക്ക് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ അളവിനനുസരിച്ചിട്ട് വെക്കട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കുക കേട്ടോ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തായാലും വേണ്ടി വരില്ല. നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയും ചെയ്യാവുന്നൊരു സാധനമാണിത് കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ നമുക്ക് എടുത്ത് വെച്ചിരുന്ന് ഉപയോഗിക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നൊരു 7 അളവിൽ 7 എണ്ണ ഉണ്ടാവും നമ്മളുടെ ഗ്രാമ്പുമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ സ്കാൽപ്പിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ നമ്മളുടെ ഗ്രാമ്പു എന്ന് പറയുന്നത്. ഡാൻഡ്രഫ് ആവട്ടെ അല്ലെങ്കിൽ സ്കാൽപ്പിലുള്ള ഇച്ച്നെസ് ആവട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മളുടെ തേയിലയാണ് കേട്ടോ. ഞാൻ തേയില ഒരു 2 ടീസ്പൂൺ അളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേയില നിങ്ങൾക്കറിയാമായിരിക്കും എത്രത്തോളം മുടി നല്ല രീതിയിൽ കറുപ്പാക്കാനും അതേപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്തിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാനും സഹായിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളുടെ തേയില എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് പേര് ഹെന്നയിലൊക്കെ ചേർത്ത് അപ്ലൈ ചെയ്യുന്നൊരു സാധനമായിരിക്കും. അങ്ങനെ എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമായിരിക്കും അല്ലേ. അപ്പോൾ അത്രയും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മൾ തേയില എന്ന് പറയുന്നത്. ഞാൻ അതും കൂടിയിട്ടാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 6 ഉണ്ടാവും ചെമ്പരത്തി പൂവും കൂടി. സാധാരണ നമ്മളുടെ വേലി ചെമ്പരത്തി ഇല്ലേ, അതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. ആ ഒരു ചെമ്പരത്തിയുടെ ഇതെല്ലാം കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടി വളരാനും നല്ലൊരു ഷൈനസ് തരാനും നമ്മൾ ഈ ഒരു ചെമ്പരത്തിപ്പൂ നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 3 കൂടിയിട്ടാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. സ്കാൽപ്പിലെ ഇല്ല ഡാൻഡ്രഫ് ആവട്ടെ അല്ലെങ്കിൽ മുടിയുടെ നരയാവട്ടെ അല്ലെങ്കിൽ തിക്നെസ് ആവട്ടെ മുടിയുടെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുന്നതാവട്ടെ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് വെന്തിട്ട് നമ്മുടെ ഈ ഒരു വെള്ളം ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ പാതിയായിട്ട് വറ്റി വരണം. അതാണ് നമ്മളുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഏകദേശം ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ചതിൽ പകുതി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും മതിയാവും. നമുക്കൊരു വൈൻ റെഡൊക്കെ കളറിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ തിക്കായിട്ട് നല്ല രീതിയിൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് തണുക്കട്ടെ. തണുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റാം. അപ്പോൾ ദേ എനിക്ക് തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഞാൻ സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ധാരാളമായിട്ട് ഇത് അപ്ലൈ ചെയ്യാനും ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഈസി വേ ആണിത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ എല്ലായിടത്തും എത്തിക്കാനും പറ്റും നമ്മൾ സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ മാക്സിമം നിങ്ങൾ സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ കൈകൊണ്ടിട്ട് അപ്ലൈ ചെയ്താലും മതിയാവും കേട്ടോ. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമുക്ക് ധാരാളമായിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒഴുകി വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിലുള്ള നല്ല ഏത് കാലാവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഹെയർ ഗ്രോത്ത് വാട്ടറാണിത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നമ്മുടെ തലയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഓയിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ഹെവി ഓയിലല്ല, എന്നാലും എണ്ണ മിനിമം നന്നായിട്ടൊന്ന് എണ്ണ തൊട്ട് വരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കളർ ഉണ്ടോ, പുറത്ത് നിന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് കളർ മനസ്സിലാവുള്ളൂ. ഒരു വൈൻ റെഡ് കളറാണ് കേട്ടോ അതിന് കിട്ടിയിട്ടുള്ളത്. ആ പൂവിൻ്റെയൊക്കെ കളർ നന്നായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതൊരു വീക്ക്ലി ഒരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ല വിസിബിളായിട്ടുള്ള മാറ്റം അറിയാൻ പറ്റും. ഡാൻഡ്രഫിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതായിട്ടും നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെച്ച് ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. നിർബന്ധമാണെങ്കിൽ മാത്രം ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് ഓയിലൊന്നും വെക്കുന്ന ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഓയിൽ തലയിലിരിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കട്ടെ, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എൻ്റെ സ്കാൽപ്പ് ഫുള്ളായിട്ടും അതേപോലെ തന്നെ എൻ്റെ മുടി ഫുള്ളായിട്ടും കവർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ എനിക്കിത് ഫുള്ളായിട്ട് വേണ്ടി വന്നില്ല കേട്ടോ. സ്പ്രേ ചെയ്തതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എനിക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജും കൊടുത്തിട്ട് കെട്ടി വയ്ക്കുന്നുണ്ട്. ഞാനൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതേപോലെ ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടാവും. മിക്കവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നോട്ടിഫിക്കേഷനായിട്ട് ആ ബെല്ലൈക്കനും കൂട്ടിയിട്ട് എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ.